മലയാളി ജീവനക്കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജെ എക്സിൽ ഇക്കാര്യം വ്യക്തമാക്കി. സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് IT ജീവനക്കാരുടെ സംഘടനയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് നൽകി. മരണം തൊഴിൽ സമ്മർദ്ദം മൂലമെന്ന് കുടുംബം ആരോപിച്ചു. മാനേജരെ രക്ഷിക്കാൻ കമ്പനി ശ്രമമെന്നും പരാതി. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, ഈ പെൺകുട്ടിയുടെ മരണത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ കുടുംബം സംശയം പറഞ്ഞിരുന്നു. സമ്മർദ്ദം മൂലമാണ് എന്നുള്ള സംശയം നേരത്തെ തന്നെ കുടുംബത്തിനുണ്ടായിരുന്നു. ആ പരാതികൾ ലഭിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് എത്താമെന്നുള്ള ഉറപ്പ് കേന്ദ്ര തൊഴിൽ മന്ത്രിയും നൽകുന്നത്. ഇനി ഏതു തരത്തിലായിരിക്കും മരണത്തിലെ അന്വേഷണം നടക്കുക? ഏത് തരത്തിലാണ് അന്വേഷണം നടത്തുക എന്നത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ വരും. എന്തായാലും ഈ കമ്പനി പോലീസ് അന്വേഷണം ഉണ്ടാകും. വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്താനാണ് തീരുമാനം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഈ കമ്പനിയിലെ അധികൃതർ ഇപ്പോൾ അന്നയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടുവെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ കമ്പനി അധികൃതർക്ക് അന്നയുടെ അമ്മ ഒരു കത്ത് അയച്ചിരുന്നത്. മരണം സംഭവിച്ചു, ഈ അമിതമായ ജോലിഭാരം കാരണമാണ് മകൾ മരണത്തിലേക്ക് പോയതെന്നുള്ളൊരു കാര്യമാണ് ഈ കുടുംബം ആരോപിച്ചിരുന്നത്. ഈ കത്ത് നൽകിയതിന് പിന്നാലെ പിന്നീട് മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ കമ്പനിയിലെ അധികൃതർ ഇവിടെ എത്തി. കമ്പനിയിലെ ഇന്ത്യയിലെ പാർട്ണറും അതോടൊപ്പം തന്നെ പൂനെയിലെ സീനിയർ മാനേജറുമാണ് ഇപ്പോൾ വീട്ടിലെത്തി ഈ കുടുംബത്തെ കണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്താമെന്നുള്ള ഒരു കാര്യമാണ് ഈ കമ്പനിയിലെ അധികൃതർ ഇവർക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പ്. എന്തായാലും ഒരു ഇന്റേണൽ അന്വേഷണം അധികം വൈകാതെ തന്നെ കമ്പനിയുടെ ഭാഗത്തും ഉണ്ടാകുമെന്ന് നമ്മൾ അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ കമ്പനി അധികൃതർക്കെതിരെ രൂക്ഷമായ വിമർശനം തന്നെയായിരുന്നു ഈ കുടുംബം ഉന്നയിച്ചിരുന്നത്. കാരണം അമിത ജോലിഭാരത്തെ തുടർന്നാണ് മകൾ മരണത്തിലേക്ക് പോയത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ മരണം സംഭവിച്ചതിന് ശേഷം ഒരിക്കൽ പോലും കമ്പനി അധികൃതർ തങ്ങളുമായി പിന്നീട് സംസാരിച്ചിട്ടില്ല. ഈ സംസ്കാര ചടങ്ങിൽ പോലും ആരും പങ്കെടുത്തിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് മാധ്യമ വാർത്തകൾ വന്നതിന് പിന്നാലെ ഇപ്പോൾ ഈ കുടുംബം വീട്ടിലെത്തി ഇവരെ കണ്ടിരിക്കുന്നത്. എന്തായാലും കമ്പനിയുടെ ഭാഗത്തുനിന്ന് അന്വേഷണം ഉണ്ടാകുന്നുള്ള ഉറപ്പാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത, ഇതിന് അമിതമായ ജോലിഭാരം അന്നയ്ക്ക് നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഡ്യൂട്ടി സമയം എത്രയുണ്ടോ ആ സമയത്തിന് അപ്പുറത്തേക്കും ജോലി ചെയ്യേണ്ടി വരുന്നത് മാത്രമല്ല, അവധി കൃത്യമായി നൽകിയിരുന്നില്ല. അവധിയുള്ള ദിവസങ്ങളിൽ പോലും അന്നയുടെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ മാനേജർ സമീപിക്കുകയും നിരവധി തവണ വിളിക്കുകയും ചെയ്തിരുന്നതാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ഈ കമ്പനി ജീവനക്കാരെ മാനേജറെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ചില നിലപാടുകളിലേക്ക് ഇപ്പോൾ പോകുന്നു എന്നുള്ള വിവരം വരുന്നുണ്ട്. കാരണം ഇവർ ആരോടാണ് ഇത് റിപ്പോർട്ട് ചെയ്ത് എന്ന് മനസ്സിലാക്കിയിരുന്നത്. ഇതിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് അതോറിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ സോഫ്റ്റ്വെയർ എല്ലാം ഇപ്പോൾ അവരിത് മരവിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും ആരാണ് ഈ ആരോപണ വിധേയരായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് ഇപ്പോൾ നിലവിൽ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഉറപ്പ് വരുന്ന സ്ഥിതിക്ക് ഇനി എന്ത് നടപടികളുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. സിജോ, ഈ വിഷയത്തിൽ നേരത്തെ ഇത്രയും സമ്മർദ്ദമുള്ള കാര്യം കുടുംബത്തോട് പെൺകുട്ടി പങ്കുവച്ചിരുന്നോ? നേരത്തെ കമ്പനിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളോ മെയിലോ നൽകിയിരുന്നതായിട്ടുള്ള അറിവുണ്ടോ? ഇതിൽ ഇപ്പോൾ നേരത്തെ നമുക്ക് വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ കമ്പനിയെ ഇല്ലെങ്കിൽ മാനേജറെ രക്ഷിക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട് കമ്പനിയുടെ ഭാഗത്തു നിന്ന് എന്നൊക്കെയുള്ള ആരോപണമുണ്ട്. അപ്പം സ്ഥിരമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കമ്പനിയാണോ? നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പരാതികളോ ഉണ്ടായിട്ടുണ്ടോ കമ്പനിയിൽ? 4 മാസമാണ് അന്ന ഈ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുള്ളത്. ജോലി ആരംഭിച്ച സമയം മുതൽ തന്നെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. നിരവധി തവണ മാതാപിതാക്കളുമായും അന്ന ഇക്കാര്യം സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മാതാപിതാക്കൾ ഇത്തരത്തിൽ മാനസികപരമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ രാജിവെക്കാനാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ അന്നയ്ക്ക് ആദ്യമായി കിട്ടിയ ഒരു ജോലിയാണ്, അതുകൊണ്ട് തന്നെ അത് തുടരണം, കുറച്ച് നാളെങ്കിലും ആ സ്ഥാപനത്തിൽ തുടരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ ജോലിയുമായി മുന്നോട്ട് പോയിരുന്നത്. പല ദിവസങ്ങളിലും ഓഫീസിൽ നിന്ന് തിരികെ എത്തി, ഇപ്പോൾ 8 മണിക്കൂറാണ് ജോലി എന്നുണ്ടെങ്കിൽ അതിനുശേഷവും മണിക്കൂറുകളോളം ഈ ജോലി തുടരേണ്ട ഒരു സാഹചര്യമുണ്ട്. വീട്ടിലെത്തി ഭക്ഷണം പോലും കഴിക്കാൻ വയ്യാതെ ക്ഷീണിതയായി കിടന്ന് വിശ്രമിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കമ്പനിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. കാരണം നിലവിലുള്ള ആളുകൾ ആരും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായും മാധ്യമങ്ങളോട് ഈ സാഹചര്യത്തിൽ തുറന്നു പറയാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ
അന്നയുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു അമിതമായ ജോലിഭാരം നേരിട്ടിരുന്നു എന്ന് തന്നെയാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. അത് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും തനിക്ക് ആ ജോലി തുടരണം എന്ന ആഗ്രഹം. ഒരു തുടക്കക്കാരിയാണ്, നമുക്ക് പലപ്പോഴും മനസ്സിലാവും. നമുക്ക് ഓരോ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റൊരാളുകൾ ജോലി ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്ന ഒരു സ്ഥാപനത്തിൽ അവിടെ നല്ലൊരു കരിയർ ഉണ്ടാക്കി മുന്നോട്ട് പോകണമെന്നൊരാഗ്രഹം ആൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എത്ര കഷ്ടപ്പാടും സഹിച്ച് അങ്ങനെ ജോലിയായി മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. പക്ഷേ അത് മരണത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോവുകയാണ് സംഭവിച്ചതെന്നാണ് കുടുംബം പറയുന്നത്. യെസ്, നമുക്ക് കുടുംബത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കേണ്ടതുണ്ട്. സിജോയിലേക്ക് തിരിച്ചെത്താം. അന്നയുടെ പിതാവ് സംസാരിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. കാരണം ഇവർക്ക് ഈ രാത്രിയിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ രാത്രി 12:30 മണി വരെ ഇരുന്ന് ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം ഈ കമ്പനികളിലെയൊക്കെ റിസൾട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അനൗൺസ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ഒരു നിശ്ചിത സമയത്തിനകം ചെയ്തു തീർക്കണം. അപ്പോൾ 12:30 മണി വരെ ഇരുന്ന് ഓഡിറ്റ് ചെയ്യണം. പിന്നെ ഒരു 1:30 മണിയാകും തിരിച്ച് അവളുടെ റൂമിലെത്തുമ്പോൾ. അപ്പോൾ ഉറങ്ങാൻ പറ്റില്ലായിരുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം അങ്ങനെയാണ് അവർക്ക് ബുദ്ധിമുട്ടിലേക്ക് വന്നത്. ഞങ്ങൾ ഈ മെയിൽ ഒരു 10 ദിവസം മുമ്പ് അയച്ചപ്പോഴാണ് കമ്പനി ചെയർമാൻ, ഇന്ത്യയുടെ ചെയർമാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുള്ളി ഇപ്പം ഓവർസീസിലായിരുന്നു മെയിൽ കിട്ടിയത്. പുള്ളി അതിന് ശേഷം തിരിച്ചു വന്നിട്ട് പുള്ളി റെസ്പോണ്ട് ചെയ്തേക്കണം. ഇനി ഞങ്ങളൊരു ഫോറം ഉണ്ട്, ആ ഫോറത്തിൽ ഇനി ഇവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനാണ്. ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളൊരു മറുപടിയാണ് പുള്ളി തന്നേക്കുന്നത്. നിയമ പോരാട്ടമൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ഞങ്ങളൊരു പബ്ലിക് അവയർനെസ് ഉണ്ടാക്കുക. ഇനിയുള്ള കുട്ടികൾക്കൊന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുത്. വഴി മാത്രമല്ല, മറ്റ് കോർപ്പറേറ്റുകളിൽ ഇങ്ങനെയാണ് വർക്ക് കൾച്ചർ. അപ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റി വേണം സമയത്തിന്, അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. യെസ്, ഫാമിലി പറയുന്നത് തീർത്തും അവിടെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ്. എത്രത്തോളം ബുദ്ധിമുട്ട് ജോലി സ്ഥലത്ത് അന്ന അനുഭവിച്ചിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. സിജോ, ഈ കമ്പനി അധികൃതർ അന്നയുടെ വീട്ടിലെത്തി എന്ന് പറയുന്നു. ഈ വിഷയത്തിൽ ഏതു തരത്തിലാണ് അവരുടെ പ്രതികരണം? എന്തുറപ്പാണ് കുടുംബത്തിന് നൽകിയിരിക്കുന്നത്? അമിതമായ ജോലിഭാരം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അത് കാരണമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള കൃത്യമായ അന്വേഷണം നടത്താം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ കമ്പനി അധികൃതർ നൽകിയിരിക്കുന്ന ഉറപ്പ്. കമ്പനിയുടെ ഇന്ത്യയിലെ പാർട്ണറും അതോടൊപ്പം തന്നെ പൂനെയിലെ അവരുടെ ഒരു സീനിയർ മാനേജറുമാണ് ഇപ്പോൾ വീട്ടിലെത്തി അവരെ കണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ പറയുന്നത് പോലെ ഈ മാനേജറുടെ ഭാഗത്തുനിന്ന്, അതായത് അന്ന റിപ്പോർട്ട് ചെയ്തിരുന്ന മാനേജറുടെ ഭാഗത്തുനിന്ന് ഒരു മോശമായ സമീപനം, അതായത് അമിതമായ ജോലി അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പലപ്പോഴും മാനേജർ ക്രിക്കറ്റ് കളി കാണാനൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പല മീറ്റിങ്ങുകളൊക്കെ ഇതിൻ്റെ പേരിൽ മാറ്റിവെക്കുന്നു. പിന്നെ അതിനുശേഷം ഈ അവധി ദിവസങ്ങളിലേക്ക് ആ മീറ്റിങ്ങുകളൊക്കെ പോകുന്നു. അങ്ങനെ ആ രീതിയിൽ ഇയാളുടെ റിപ്പോർട്ടിംഗ് അതോറിറ്റി ആയിട്ടുള്ള മാനേജർ ഈ ജോലി പലപ്പോഴും ഇത്തരത്തിൽ അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ശേഷം പിന്നീട് കൂട്ടത്തോടെ ഈ ജോലി ആൾക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ബോധപൂർവം അന്നേ ഈ റിപ്പോർട്ടിംഗ് അതോറിറ്റി ആയിട്ടുള്ള മാനേജർ ഉപദ്രവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 8 മണിക്കൂറൊക്കെയാണ് ജോലി സമയം പറയുന്നത്. അതിനുശേഷവും എത്ര മണിക്കൂറുകളൊക്കെ ജോലി ചെയ്ത് അത്തരത്തിൽ മാനസികപരമായി ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എന്തായാലും കമ്പനി പരിശോധിക്കുമെന്നാണ് പറയുന്നത്. ഒരു കാര്യത്തിൽ നമ്മൾ പറയേണ്ടതുണ്ട്, ഇത്രയും ദിവസങ്ങൾ വൈകി ഇപ്പോൾ മരണം നടന്നിട്ട് ഇപ്പോൾ എത്രയോ മാസങ്ങളായിരിക്കുന്നു. ഇവരുടെ കുടുംബം, അമ്മ ഒരു കത്ത് ഇവർക്ക് അയച്ചതിന് ശേഷം മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം പോലും ഉണ്ടാകുന്നത്. ഈ സംസ്കാര ചടങ്ങുകളിലൊന്നും ഈ കമ്പനിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരും പങ്കെടുത്തിരുന്നില്ല, അവർ വന്നിരുന്നില്ല എന്നുള്ള കാര്യമാണ് അറിയിക്കുന്നത്. എന്തായാലും ഈ വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ മാധ്യമങ്ങൾ വാർത്ത വരുന്നത് കേന്ദ്രമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അത്തരം ഒരു പശ്ചാത്തലത്തിൽ മാത്രമാണ് കമ്പനി അധികൃതർ ഇവിടെ എത്തി ഇവരെ കണ്ടിരിക്കുന്നത്. ഇനി ഈ അന്വേഷണം പ്രഹസനമാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും അന്വേഷണം നടത്തും. ആരെങ്കിലും കുറ്റക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നാണ് പറയുന്നത്. മാത്രമല്ല 10,000-ഓളം ആളുകളാണ് ഈ കമ്പനിയുടെ വിവിധ സ്ഥലങ്ങളിലായി ജോലി ചെയ്യുന്നത്. അവർക്ക് മെച്ചപ്പെട്ട ഒരു തൊഴിൽ അവസരം ഒരുക്കുന്നതിന്, ഒരു സാഹചര്യം ഒരുക്കുന്നതിനുള്ള പരമാവധി നടപടികൾ തങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യമാണ് ഇവർക്ക് കത്തിന് അയച്ചിരിക്കുന്ന മറുപടിയായി ഇപ്പോൾ അമ്മയ്ക്ക് മറുപടി നൽകിയിരിക്കുന്നത്. ഇതിൽ സിജോ, നിയമപരമായിട്ട് ഇനി മുന്നോട്ട് ഇപ്പോൾ ഇത്രയും ദിവസമായി സംഭവം നടന്നിട്ട്, പക്ഷേ ഈ തൊഴിൽ സമ്മർദ്ദം എന്നുള്ളൊരു കാര്യം ഇപ്പോൾ കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നതാണ്. പ്രത്യേകിച്ച് ഈ IT മേഖലയിലൊക്കെയാണ് ഈ സമ്മർദ്ദം, ഈ നൈറ്റ് ജോലി, ഡ്യൂട്ടി സമയം അധികം എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. നിരവധി ആളുകൾക്ക് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ജീവൻ നഷ്ടമായിട്ടുമുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ ഇനി ഒരു കേസെടുക്കുക, ഇല്ലെങ്കിൽ നിയമപരമായി ഇതിൻ്റെ പുറകെ പോകാൻ മാതാപിതാക്കൾ തയ്യാറാകുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇത് മറ്റുള്ളവരിലേക്ക് അറിയിക്കുക എന്നതിനപ്പുറം ഇപ്പൊ പേരൻസ് ഒന്നും ഉദ്ദേശിക്കുന്നില്ല, അല്ലേ?
കമ്പനി അധികൃതരുമായി അവർ അത്തരത്തിലുള്ള ഒരു അന്വേഷണം വേണം, ഇത്തരത്തിലുള്ള നടപടികൾ വേണം എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പ്രാഥമികമായി അവർ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി തന്നെ കേന്ദ്ര സർക്കാർ എടുക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിയമപരമായി മറ്റു നടപടികളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ അവർ കൂടുതൽ ചർച്ചകളിലേക്ക് പോയതിനു ശേഷം മാത്രമാണ് വരികയുള്ളൂ. എന്തായാലും കമ്പനിയുടെ ശ്രദ്ധയിൽ ഇത് കൂടുതൽ പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അവരിപ്പോൾ പ്രാഥമികമായി ചെയ്തിരിക്കുന്നത്. മറ്റ് നടപടികളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ, അത് വരുന്ന മണിക്കൂറുകൾ മാത്രമേ നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ. അന്ന ഏത് സെക്ഷനിലായിരുന്നു സിജോ ജോലി ചെയ്തിരുന്നത്? അതായത് ഈ സമയത്തിലൊക്കെ വലിയ പ്രശ്നം, ഉറക്കം പ്രശ്നം, അമിതഭാരം. ഇപ്പം നേരത്തെ അന്നയുടെ ഫാദറിന്റെ ബൈറ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, തുടക്കക്കാരിയായതിൻ്റെ കൂടി പ്രശ്നമുണ്ടായിരുന്നു. ഏത് വിഭാഗത്തിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത്? ഇവരൊരു ടീം വർക്കാണോ? മറ്റാർക്കെങ്കിലും ഈ വിവരം ഇത്രയധികം പ്രഷർ ഉണ്ടെന്നുള്ള കാര്യം അറിയാമായിരുന്നോ? കുടുംബത്തെ നേരത്തെ അറിയിച്ചിരുന്നോ? അങ്ങനെ എന്തെങ്കിലും കുടുംബം പ്രതികരിച്ചിരുന്നോ? പൂനെയിലാണ് ജോലി ചെയ്തിരുന്നത്. 4 മാസം മാത്രമായിട്ടുള്ളൂ ജോലിക്ക് കയറിയിട്ട്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. സ്വാഭാവികമായും അത്രയും വലിയ ഒരു കമ്പനിയാണ് എന്നുള്ളത് കൊണ്ട് ടീം വർക്ക് എന്ന നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും അമിതമായ ജോലി ഭാരം ഇവർക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. കാരണം പഠനം കഴിഞ്ഞ് ഉടൻ തന്നെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒരു ട്രെയിനിയാണ്, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു വരണം. അത്ര സീനിയർ ആയിട്ടുള്ള ആൾ അല്ല, കാര്യങ്ങൾ പഠിച്ചു വരുന്നതിൻ്റെ ഒരു സാഹചര്യങ്ങളുമുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു കമ്പനിയാണ്, അതുപോലെയുള്ള വർക്കുകളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രഷർ സ്വാഭാവികം നമ്മൾ പ്രതീക്ഷിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്ന സമയം 8 മണിക്കൂറാണ് ജോലി സമയമെങ്കിൽ അതിനപ്പുറത്തേക്ക് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ജോലിയിലേക്ക് പോകുന്നു.